നീളം ഇത്തരത്തിൽ വളണ്ടിയേഴ്സും മറ്റുമായി ഈ വഴി ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. മറ്റ് പ്രദേശവാസികളെയും രക്ഷാപ്രവർത്തകരെയും സർക്കാർ അതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിലേക്ക് ആളുകൾ മാത്രമാണ് ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നത്. മറ്റുള്ളവരെ ആരും തന്നെ ഈ ഭാഗത്തേക്ക് കടത്തിവിടാതെ റോഡ് പരമാവധി ക്ലിയർ ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് ഈ ചൂരന്മലയിൽ നിന്ന് നമുക്കിപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ ഒരുപക്ഷെ ചലഞ്ചിങ് ആയ വിഷ്വൽസാണ് ഇപ്പോൾ കാണുന്നത്. രക്ഷാപ്രവർത്തനം രാത്രിയും അവസാനിപ്പിച്ചിട്ടില്ല. പുഴയ്ക്ക് അപ്പുറത്തു നിന്നും ഇപ്പുറത്തേക്ക് കേബിൾ ഉപയോഗിച്ച് അതുവഴിയാണ് ആളുകളെ ഈ മലകരയിലേക്ക് ചൂരൽമലയിലെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ ഇനിയും മഴ പെയ്താൽ അവിടെ മനുഷ്യർ കുടുങ്ങിയാൽ സ്വാഭാവികമായും വീണ്ടും അപകടത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് രാത്രിയിൽ തന്നെ പരമാവധി ആളുകളെ ഈ മുണ്ടകൈ ഭാഗത്ത് നിന്ന് ഒഴിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. മുണ്ടകൈ ഭാഗത്തു നിന്ന് ചൂരൽമല ഭാഗത്തേക്ക് ആളുകളെ ഒഴിപ്പിക്കുന്നു. അർജുൻ മട്ടന്നൂർ തുടരുക. അർജുൻ മട്ടന്നൂർ പറയുന്നത് പോലെ രാത്രിയിൽ രക്ഷാപ്രവർത്തനം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നു അത് മൃതശരീരമാണ് കൊണ്ടുപോകുന്നത്. ഭാഗത്ത് 15-16ഓളം മൃതശരീരങ്ങൾ ഉണ്ടായിരുന്നു. ആ മൃതശരീരങ്ങൾ താഴേക്ക് എത്തിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മറുഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. 22 മൃതദേഹങ്ങൾ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ മുണ്ടകൈ ഭാഗത്തുണ്ടായിരുന്നു. ആ മുണ്ടകൈ ഭാഗത്തുള്ള മൃതദേഹങ്ങളാണ് ഇപ്പോൾ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോകുന്നത്. അതാണ് ഈ കേബിളിൽ കുരുക്കി എടുത്തുകൊണ്ട് പോകുന്നത്. പരമാവധി മനുഷ്യരെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ചില റിസോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ നമ്മളെ വിളിച്ചു തങ്ങൾക്കും ക്യാമ്പിലേക്ക് പോകണമെന്ന് അവർ പറയുന്നത് നമുക്ക് മിനിസ്റ്ററുടെ ഈ വിവരം പറയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുണ്ടകൈ ഭാഗത്ത് കുടുങ്ങിയിരിക്കുന്ന മറ്റു മനുഷ്യർക്ക് ക്യാമ്പിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ രാത്രിയിൽ തന്നെ അവർക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ്. നമുക്ക് മിനിസ്റ്ററെ കൂടി കഴിയുമെങ്കിൽ ഒന്ന് ബന്ധപ്പെടാവുന്നതാണ് എന്ന് തോന്നുന്നു. നേരത്തെ നമ്മളോട് ഒരാൾ പ്രതികരിച്ചിരുന്നു. റഹീം എന്ന് പറയുന്ന ആൾ പ്രതികരിച്ചത് അയാൾക്ക് ആ ഭാഗത്തേക്ക് എത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവർ എന്നാണ് പറയുന്നത്. നമുക്ക് മിനിസ്റ്ററിനെത്തി ഈ വിവരം അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ ഡെഡ്ബോഡി അങ്ങോട്ട് മാറ്റുന്നു. മുണ്ടകൈ ഭാഗത്ത് ടോപ്പ് സ്റ്റേഷനിൽ നിന്നുള്ള മൃതശരീരങ്ങൾ കൂടിയാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം രാത്രിയിലും പുരോഗമിക്കുകയാണ്. വെളിച്ചത്തിൻ്റെ കുറവുണ്ട്, കനത്ത മൂടൽമഞ്ഞുണ്ട്. ഈ പ്രദേശം ആകെ ഇരുട്ടിലായിരുന്നു മുണ്ടകൈ ഭാഗം. എന്നാൽ KSEB വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ച് ഈ പ്രദേശത്ത്, അതായത് ഈ ചൂരൽമല മേഖലയിൽ ജംഗ്ഷനിൽ പൂർണ്ണമായിട്ടും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ഉണ്ട്. അർജുൻ മട്ടന്നൂർ, രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ലല്ലേ? തുടരുക തന്നെയാണ്. തുടരുക തന്നെയാണ്. ഒരുമാ പറഞ്ഞതുപോലെ ഈ കൊണ്ടുവരുന്നവരിൽ മൃഗങ്ങളുണ്ട്, ഇത്തരത്തിൽ വളരെ പരിക്കേറ്റ ആളുകളിൽ ഒപ്പത്തന്നെയുണ്ട്. ഒരു തിരിച്ചറിയിൽ പറഞ്ഞുപോലെ ഇതിൽ പരമാവധി ആളുകളെ ആ ഭാഗത്ത് നിന്ന് കണ്ടുവരുന്ന മൃഗങ്ങളടക്കം ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പുഴ ഇപ്പോൾ ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഈ ചൂരൽമല ഭാഗത്തേക്ക് ആളുകളെ ഈ പുഴ കടത്തുകയാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. ഈ പാലം തകർന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ